അതേസമയം നവീകരണ പ്രവർത്തനങ്ങൾക്ക് കരാറില്ലെന്നും നടപടികൾ ദുരൂഹമാണെന്നും GCDA യോഗശേഷം കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. അർജന്റീനിയൻ ടീം കൊച്ചിയിൽ വരുന്നില്ല എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ച ഇന്ന് നടക്കുകയുണ്ടായി ജനറൽ കൗൺസിലിൽ. ഞാനും ബഹുമാനിയായ ശിവകുമാർ തോമസ് ആ വിഷയം ഉന്നയിച്ചു. യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു നയപരമായ തീരുമാനം ജനറൽ കൗൺസിൽ വയ്ക്കുകയും അജണ്ട വയ്ക്കുകയും അത് ചർച്ച ചെയ്യുകയും എന്തൊക്കെയാണ് അവിടെ ചെയ്യാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ചൊരു വ്യക്തത ഉണ്ടാകുകയും ആ വ്യക്തതയുടെ അടിസ്ഥാനത്തിൽ ഒരു DPR ഉണ്ടാക്കിയ അത്തരം പ്രവർത്തികൾ അവിടെ നടത്തുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നുള്ള ആവശ്യം ഞങ്ങൾ ജനറൽ കൗൺസിലിൽ ഉന്നയിച്ചു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വളരെ പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനമെടുക്കേണ്ടി വന്ന സാഹചര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നൊരു റെപ്രസെൻറ്റേറ്റീവും GCDയുടെ ചീഫ് എഞ്ചിനീയറും സ്പോൺസറുടെ ഒരു എഞ്ചിനീയറും കൂടി 3 അംഗ ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയാണ് അവിടെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള വെരിഫിക്കേഷൻ നടത്തി അതാത് ദിവസം മീറ്റിംഗ് കൂടി നടത്തുന്നു എന്നുള്ളതാണ് ചെയർമാൻ പറഞ്ഞത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ വിയോജനക്കുറിപ്പ് ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തി. കാരണം ഇത് സുതാര്യമായി ഒരു ഇൻ്റർനാഷണൽ ടീം ഇവിടെ വന്ന് ഒരു മത്സരം നടത്തുന്നത് ഞങ്ങൾ എതിർക്കുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങളിതെല്ലാം ഒരു പ്രതിഷേധം ഉണ്ടാക്കരുത്. പക്ഷേ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് GCDA ചെയർമാൻ്റെ തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു. സ്പോൺസർ അയാളുടെ സ്പോൺസർഷിപ്പിനെ തുടർന്ന് ചില അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എന്ന് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായി. അങ്ങനെ അവകാശവാദം ഉന്നയിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ, എഗ്രിമെൻ്റ് ഉണ്ടായിട്ടുണ്ടോ, അല്ല ധാരണ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ ഞങ്ങൾ ഉന്നയിച്ചു. ആ സന്ദർഭത്തിൽ GCDA ചെയർമാൻ പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട് ഒരു ധാരണയും ഇല്ല. സ്പോൺസർ ഈ 30-ാം തീയതി വർക്ക് കഴിഞ്ഞാൽ അദ്ദേഹം പോകണം. തുടർന്ന് അദ്ദേഹം എന്തെങ്കിലും കളി കൊണ്ടുവരികയാണെങ്കിൽ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും എന്നുള്ളതാണ്. GCDയുടെ യോഗം നടക്കവേ ഓഫീസിലേക്ക് യുവമോർച്ച പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. പ്രവർത്തകർ കായിക മന്ത്രിയുടെ കോലം കത്തിച്ചു. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, ഇതൊരു കോൺഗ്രസ് മാത്രം ഉന്നയിക്കുന്ന ഒരു വിഷയമല്ല. പ്രത്യേകിച്ചും കലൂർ സ്റ്റേഡിയത്തിൻ്റെ മറവിൽ ഏതെങ്കിലും കരാറുകൾ ഉണ്ടായിട്ടുണ്ടോ? ഈ നവീകരണ പ്രവർത്തന മറവിൽ കരാർ ഉണ്ടായിട്ടുണ്ടോ എന്ന് പൊതുസമൂഹത്തിന് അറിയണം. കാരണം ഇതൊരു പൊതുസ്വത്താണ്. മാത്രമല്ല GCDA ചെയർമാൻ നേരത്തെ പറഞ്ഞത് 70 കോടി രൂപയുടെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നതായിട്ട് തനിക്ക് അറിയില്ല എന്ന് പറയുന്നത്. പക്ഷേ സ്പോൺസർ അത് അവകാശപ്പെടുന്നുണ്ട്. ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് പല ദുരൂഹതയും നിലനിൽക്കുന്നുണ്ടല്ലോ. ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ GCDA തയ്യാറായിട്ടുണ്ടോ? ടോം, ഈ തുടക്കത്തിൽ പറഞ്ഞിരുന്ന ഈ അവ്യക്തതകൾ അതിനെ ഇപ്പോഴും ഈ മെസ്സി വരില്ല, അർജന്റീന ഇപ്പോൾ ഈ മാസം നവംബറിൽ കളിക്കില്ല, ഇതെല്ലാം തന്നെ ഉറപ്പായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഉറപ്പാകാത്തൊരു കാര്യം ഈ കരാർ സംബന്ധിച്ച കാര്യങ്ങളിലെ വിശദാംശങ്ങളാണ്. അതിന് ഇതുവരെയും ഒരു വിശദീകരണം എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിരുന്ന കരാർ, ആ കരാറിൽ വ്യവസ്ഥകൾ എന്തൊക്കെയാണ്, ഇതിൽ ഇത്ര കോടി രൂപ 70 കോടി രൂപ മുടക്കുന്നു എന്നതായിരുന്നു പറഞ്ഞിരുന്നത്. ഈ മുടക്കുന്നതിന് എന്താണ് വ്യവസ്ഥ, ഈ എന്തെല്ലാം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യും. അതുമാത്രവുമല്ല, ഈ 70 കോടി രൂപ മുടക്കുന്ന ഒരാൾക്ക് അയാൾ സ്വന്തം ഇഷ്ടപ്രകാരം മുടക്കുന്നതാണോ, മറ്റ് അയാൾക്കിതിലുള്ള ഒരു ലാഭവിഹിതം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരു വിശദാംശങ്ങൾ വേണം. കാരണം ഈ പറയുന്നത് പോലെ തന്നെ ഒരു വലിയ കേരളത്തിൻ്റെ അല്ല ഇന്ത്യയുടെ തന്നെ ഒരു വലിയ കായിക ദിനത്തിൻ്റെ ഒരു വലിയ ദിവസം തന്നെയാണ് ആയിരിക്കുമായിരുന്നു, അതിലൊരു സംശയവുമില്ല. പക്ഷേ അപ്പോഴെല്ലാം തന്നെ ഈ പൊതു ഇടങ്ങൾ ഉപയോഗിക്കുന്നതിനെല്ലാം തന്നെ വളരെ വ്യക്തത വേണം. അതിന് കൃത്യമായ ഒരു കരാറും ധാരണകളും എല്ലാം തന്നെ വേണം. അല്ല എങ്കിൽ ഇതുപോലെ ഇരട്ടിൽ നിൽക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരും. അത് GCDAക്ക് ഇനിയെങ്കിലും ബോധ്യപ്പെടുമെന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നിരിക്കുന്നു. ഇന്നിപ്പോൾ GCDയുടെ ജനറൽ കൗൺസിലും എക്സിക്യൂട്ടീവും എല്ലാം തന്നെ ചേർന്നിരുന്നു. ഇതിലൊന്നും തന്നെയും ഈ കാര്യങ്ങൾ സംബന്ധിച്ച് ഈ കരാർ എന്താണ് എന്നത് സംബന്ധിച്ച് ഒന്നും തന്നെ
പറഞ്ഞിട്ടില്ല. GCD ചെയർമാൻ തന്നെ പറയുന്നു ഈ കരാർ സംബന്ധിയായ കാര്യങ്ങളൊന്നുമില്ല, 70 കോടി രൂപയ്ക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് പറഞ്ഞിരിക്കുന്നു. അത് അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, താൻ പറഞ്ഞതല്ല. ഈ 70 കോടി രൂപ ഇത് കണക്കാക്കുന്നത് എങ്ങനെയെന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഒരു എസ്റ്റിമേറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് പ്രതിപക്ഷ MLA-മാർ GCD കൗൺസിൽ യോഗത്തിന് ശേഷം TJ വിനോദ്, ഉമാ തോമസും പറയുന്നു. ഇതിൽ മുഴുവൻ അവ്യക്തതയാണ് നിലനിൽക്കുന്നതെന്ന് പറയുന്നു. ഒരു വശത്ത് ഹൈബി ഈഡൻ MP-യും തുടക്കം മുതൽ അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഇത് ആരുടെ കരാറാണ്, എന്താണെന്ന് വ്യക്തമാക്കണം, ഇതിൽ മുഴുവൻ സംശയങ്ങളാണ് എന്ന് പറയുന്നു. ഒരു പടി കൂടി കടുപ്പിച്ചുകൊണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. കായിക മന്ത്രി എന്നതിനേക്കാളപ്പുറം ഒരു ബിസിനസ്സുകാരനാണ്, അത് അത്തരം താല്പര്യങ്ങൾ ഉണ്ടായിരിക്കാം, അതെന്താണെന്ന് വ്യക്തമാക്കണം എന്നതെല്ലാം തന്നെ പറയുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. എന്തായാലും ഈ യോഗങ്ങൾ ഇതെല്ലാം തന്നെ സമാപിച്ചിരിക്കുന്നു എന്നതാണ്. ഈ കാര്യങ്ങളിൽ ഒരു വിശദീകരണം ചോദിച്ച പലപ്പോഴും തന്നെ ഇതിൽ എന്ന് പറയുന്നു എന്നതാണ്. ഇതിൽ ഇപ്പോൾ യോഗം കഴിഞ്ഞ ഒരു MLA-മാരടക്കമുള്ളവർ ഇറങ്ങുന്നുണ്ട്, പക്ഷേ ഒരു വലിയ പ്രതികരണത്തിലേക്ക് അവർ നിൽക്കുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഇതിൽ നേരത്തെ പ്രതിപക്ഷ MLA-മാരടക്കം ഇത്തരം കാര്യങ്ങൾ വിശദീകരിച്ചു പോയിരുന്നു. ഇപ്പോൾ PV ശ്രീനിജനടക്കം ഭരണപക്ഷ MLA-മാരടക്കം വരുന്നുണ്ട്, പക്ഷേ കൂടുതൽ വിശദീകരണത്തിൽ ഇത്തരം കാര്യങ്ങൾ GCD ചെയർമാൻ പറയട്ടെ എന്നതാണ് അദ്ദേഹവും ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. ഏതായാലും ഈ കാര്യത്തിൽ വലിയ ഉത്തരങ്ങളില്ലാതെയാണ് GCD നിൽക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇത്തരം കാര്യങ്ങളിലില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം കഴിഞ്ഞ മണിക്കൂറുകളായി നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. GCD-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് GCD ഓഫീസിലടക്കം നിലകൊള്ളുന്നു. പക്ഷേ വലിയ പ്രതികരണങ്ങൾ ഔദ്യോഗികമായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലഭിക്കുന്നില്ല എന്നത് തന്നെയാണ് വലിയ ഇതിൽ എന്താണ് സംഭവിച്ചത്, ഈ കരാർ സംബന്ധിച്ച് എന്ത് വ്യക്തതയാണ് ഇനി പറയുവാനുള്ളത്, വിശദീകരിക്കാനുള്ളത്, അത്തരം കാര്യങ്ങളിലേക്കൊന്നും GCD ഔദ്യോഗികമായി നീങ്ങുന്നില്ല എന്നതാണ്. ഒപ്പം പ്രതിഷേധങ്ങൾ ഒരു ഭാഗത്ത് തുടരുന്നു. നേരത്തെ BDJs-ഉം അതോടൊപ്പം തന്നെ യുവമോർച്ചയും ഡാനി, ഇവിടെ ഈ ഇത്തരമൊരു കരാർ GCD-യും ഈ സ്പോൺസറും തമ്മിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യമെങ്കിലും പൊതുസമൂഹത്തിന് അറിയണ്ടേ? ഇന്നത്തെ യോഗത്തിൽ ഇക്കാര്യങ്ങൾ GCD അംഗങ്ങൾ ഉയർത്തിയിരുന്നോ? പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ ഉയർത്തിയിരുന്നോ? അവർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടൊരു മറുപടി നൽകാൻ GCD അധികൃതർ തയ്യാറായിട്ടുണ്ടോ ഡാനി? ടോം, അതാണ് ഇതിൽ ഏറ്റവും രസകരമായ ഒരു കാര്യം. കാരണം ഇതിൽ കൃത്യമായ ആവശ്യങ്ങൾ തങ്ങൾ ഉന്നയിച്ചിരുന്നു എന്ന് പ്രതിപക്ഷ MLA-മാർ പറയുന്നു. എന്താണ് കരാർ, അതിൻ്റെ വ്യവസ്ഥകൾ എന്താണ്, ഇത്തരം കാര്യങ്ങൾ ചോദിച്ചിട്ട് അതിൽ കാര്യമായ ഒന്നും തന്നെയില്ല. കാരണം എസ്റ്റിമേറ്റ് പോലുമില്ലാതെ ഒരു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളിലേക്ക്, അതും 70 കോടി രൂപ എന്നെല്ലാം പറയുന്ന കാര്യങ്ങളിലേക്ക്, കണക്കുകളിലേക്ക്, അതിൻ്റെ ഒരു നവീകരണ പ്രവർത്തനങ്ങളിലേക്ക് ആര് എന്ത് കരാർ ഉണ്ടാക്കിയെന്നത് സംബന്ധിച്ച് ഇപ്പോഴും അതിൽ ഒരു വ്യക്തതയുമില്ല എന്നതാണ്. എന്തെല്ലാം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു, അതിന് എത്ര രൂപയാകുന്നു, എന്താണ് അത്, ഏത് രീതിയിലാണ് അത് കണക്കാക്കേണ്ടത്, വകയിരുത്തേണ്ടത്, അതുമാത്രവുമല്ല അവിടെ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പലതും തന്നെ വലിയ രീതിയിലേക്ക് വിവാദങ്ങളാകുന്നൊരു കാര്യം കൂടിയുണ്ട്. അവിടെ സ്റ്റേഡിയത്തിന് പെയിൻ്റ് അടിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് ആ കമ്പനി 5 വർഷത്തെ വാറണ്ടി നൽകിക്കൊണ്ടാണ് പെയിൻ്റ് നടത്തിയിരുന്നത്. പക്ഷേ സ്പോൺസർ അദ്ദേഹത്തിന് ഇഷ്ടപ്രകാരം മറ്റൊരു രീതിയിലുള്ള നിറം അതിന് സ്റ്റേഡിയത്തിനകത്ത് നൽകിയതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ നേരത്തെ അടിച്ചിരുന്ന പെയിൻറ് നൽകിയിരുന്ന കമ്പനി പറയുന്നു തങ്ങൾ ഉറപ്പ് നൽകിയിരുന്ന വാറണ്ടി ഇനി നൽകാൻ കഴിയില്ല എന്ന രേഖാമൂലം തന്നെ അവർ GCD അറിയിച്ചതായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം തന്നെ മുഴുവൻ കെടുകാര്യസ്ഥിതി, ഇത് ഒരുപക്ഷെ മെസ്സി വന്ന് ഇതൊരു വലിയൊരു ഇവൻ്റായി മാറിയിരുന്നെങ്കിൽ ഈ ചോദ്യങ്ങളെല്ലാം തന്നെ അപ്രസക്തമാകുമായിരുന്നു. അത് തന്നെയായിരുന്നു മുഴുവൻ പ്രതീക്ഷയും. പക്ഷേ ആ കണക്കുകൂട്ടലുകൾ തെറ്റിയിരിക്കുന്നു. പിന്നീട് ഉയർന്നിരിക്കുന്നത് ഈ ആരോപണങ്ങൾ തന്നെയാണ്. അതിൽ എല്ലാത്തിനും അക്കമിട്ട മറുപടി പറയേണ്ട അവസ്ഥയിൽ ഇപ്പോൾ GCD എത്തപ്പെട്ടിരിക്കുന്നു എന്നതാണ്. വെറുതെ ഒഴുക്കൻ മട്ടിൽ ഇതൊരു രാഷ്ട്രീയ വിവാദമാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയമായി തങ്ങൾ നേരിടും, അതിന് ഉത്തരം പറയും, രാഷ്ട്രീയ വിവാദമാക്കി തീർക്കാൻ ഒരു ഭാഗത്ത് കോൺഗ്രസ് ശ്രമിക്കുന്നു എന്നതെല്ലാം പറഞ്ഞ് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അത് പാടുപെട്ടുള്ളൊരു പ്രതിരോധം തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കായിക പ്രേമികൾക്കടക്കം ഇത്തരം കാര്യങ്ങളിൽ വലിയ ദുരൂഹതകൾ നിലനിൽക്കുന്നതായി പറയുന്നുണ്ട്. ഇനി വരാനിരിക്കുന്ന മത്സരങ്ങളെ അടക്കം ഇതിൽ ബാധിക്കുന്നു, ഒരുപക്ഷെ ISL-നെ അടക്കം പ്രതികൂലമായി ബാധിക്കുമെന്നൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ആശങ്കയ്ക്കെല്ലാം തന്നെ ഉത്തരം വരുത്തേണ്ടതുണ്ട്. അവിടെ നടത്തുന്ന നവീകരണ പ്രവർത്തനങ്ങളിൽ പഴയ നിർമ്മാണ പ്രവർത്തികൾ പലതും പൊളിച്ചു നീക്കിയിട്ടുണ്ട്. സ്റ്റേഡിയത്തിൻ്റെ അവിടേക്ക് വരുന്ന അതിൻ്റെ ഒരു പ്രവേശന കവാടം ഉൾപ്പെടെയുള്ള കാര്യം, ഇതെല്ലാം ആരുടെ അനുവാദം വാങ്ങിച്ചോട്ടുള്ള മരങ്ങൾ ഒരു ഭാഗത്ത് വെട്ടിമുറിച്ച് നീക്കിയിട്ടുണ്ട്. ഇതെല്ലാം ഇത് GCD-യുടെ അംഗീകരിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ്. തീർച്ചയായും GCD-യെ ഈ അർജന്റീന മത്സരത്തിൽ തീർച്ചയായും ഇരുട്ടിൽ നിൽക്കേണ്ട അവസ്ഥയിൽ തന്നെയാണ് ടോം.
യെസ്, വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ഡാനി സൂചിപ്പിച്ചതുപോലെ പല ചോദ്യങ്ങൾക്കും ഇപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല. ഇത് കോൺഗ്രസ് വികസന വിരോധികളാണ്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ കായിക വികസനത്തിന് തുരങ്കം വയ്ക്കുന്നു എന്നൊക്കെ ആരോപണം CPM ഉന്നയിക്കുമ്പോഴും ഇവിടുത്തെ കായിക പ്രേമികളുടെ പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ GCD അധികൃതർ ബാധ്യസ്ഥരാണ്.